ഹലോ അസ്സാം വലൈക്കും, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ കാലിക്കറ്റ് പോവുകയാണ്. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് 2 ദിവസം ലീവ് കിട്ടും, സാറ്റർഡേ ആൻഡ് സൺഡേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ നല്ല റോഡാണ്. ഇന്ന് മഴയൊന്നുമില്ല, നല്ലൊരു ദിവസം. മഴ ഇല്ലാണ്ടാവുമ്പോൾ നല്ലൊരു ദിവസം ആവുന്നത് ഇപ്പോഴാണ് അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാവുന്നത്. ആദ്യമൊക്കെ നമ്മൾ ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, ഒരു മഴ കിട്ടാൻ വേണ്ടി നമ്മൾ കൊതിക്കും. പക്ഷെ അവിടെയും മഴ കൂടുതൽ പെയ്താൽ അതൊരു ഫ്ലഡ് കണ്ടീഷനിലേക്കാണ് പോവുക. ഇവിടെയും ഇവിടെ മൺസൂൺ സീസൺ അല്ലേ, അപ്പോൾ ഡെയിലി മഴ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡ്രസ്സുകളൊന്നും ഉണങ്ങൂല. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യുമല്ലോ, അതിനൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര മഴ ഉണ്ടെങ്കിലും മഴ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നല്ല നമുക്ക് മനസ്സിന് ഒരു സമാധാനം തരുന്ന, അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും ഈ ഇങ്ങനെ ക്ലൗഡി ആയിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഡിപ്രസീവ് മൂഡിലേക്ക് അവർ പോകുന്നു. പക്ഷെ എനിക്ക് ആ ഒരു ഫീലിങ്ങേ ഇല്ല. ഡിപ്പെൻസാണ്, ഓരോ ആൾക്കാരുടെയും മൂഡ് പോലെ ഇരിക്കുന്നത്. ചിലർക്ക് അങ്ങനത്തെ വെയിലൊന്നും ഇല്ലാത്ത ഒരു വെതർ കണ്ടീഷന് ഭയങ്കര അവരെ അപ്സെറ്റാക്കും. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ്, അങ്ങനത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് ഇങ്ങനെ മഴ പെയ്തിട്ടുമില്ല എന്നാൽ നല്ല മഴക്കാറൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക, കാർമേഘമൊക്കെ മൂടി നിൽക്കുക. ആ സമയത്ത് നല്ല കട്ടൻ ചായയും പരിപ്പോടെയും പറഞ്ഞ പോലെ ജോൺസൺ മാഷിൻ്റെ പാട്ടും ഒക്കെ ഭയങ്കര രസമുള്ള ഒരു ഫീലാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ലോങ് ഡ്രൈവൊക്കെ പോണ സമയത്ത് നല്ല പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ പോകാൻ നല്ല രസമാണ് കേട്ടോ. ഭയങ്കര ഒരു ഗുഡ് ഫീലാണത്. ഇപ്പോൾ ഡ്രൈവിങ്ങൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ഞാൻ ഓടിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല കാര്യമായിട്ട്. പക്ഷേ ചെറിയ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എടുത്ത് നോക്കി. ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് അല്ലേ നമ്മൾ അവിടുത്തെ ഡ്രൈവിങ്ങും ഇവിടെയും. അവിടെ ഭയങ്കര സ്പീഡാണ്, പക്ഷേ ഒരുപാട് സ്ഥലമുണ്ട് ഓടിക്കാൻ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഇവിടെ സ്പീഡ് തീരെ ഇല്ല, പക്ഷേ എല്ലാവരും റോട്ടിലുണ്ടാവും, ആൾക്കാരും വെഹിക്കിൾസും. ആരും സ്ഥലം തരില്ല. എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരുടെ ഓരോ ട്രാഫിക് റൂൾസൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഡ്രൈവ് ചെയ്യണത്. പക്ഷേ അത് നമ്മൾ ശീലമാവും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഡ്രൈവിങ് എന്തായാലും മസ്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ. എനിക്ക് തോന്നിയിട്ടുള്ളത് 2 വീലറിനേക്കാളും ഫോർ വീലറിനേക്കാളും നമുക്ക് ഏറ്റവും വേണ്ടത് 2 വീലറാണ്. അപ്പോൾ അതെല്ലാവരും എന്തായാലും പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനും അത് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ കാലിക്കറ്റ് എത്തി. ഇത് ഹസ്ബൻഡിൻ്റെ വീടാണ്. വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ നിന്നിട്ട് ഇങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്താട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് വീടുകൾ കാണാം കേട്ടോ. ചുറ്റും വീടുകളാണ്. ഇങ്ങനെ 5 സെൻറ്റിലെ വീട്, 3 സെൻറ്റിലെ വീട്, 2 സെൻറ്റിലെ വീട് ഒക്കെ നമുക്ക് കാണാൻ പറ്റും കാലിക്കറ്റ്. അപ്പോൾ ഞങ്ങളവിടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട വീടുകളാണ്. അപ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നും. പക്ഷേ എന്ത് ഭംഗിയിലാണ് ചില ആൾക്കാരൊക്കെ വീടെടുത്തത് തോന്നും, വളരെ കുറച്ച് സ്പേസിൽ. പിന്നെ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് പറമ്പും ഇതൊക്കെ ഉണ്ടെങ്കിൽ നോക്കി നടത്താനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ചെറിയൊരു സ്പേസിൽ ആ വീട് നല്ല ഭംഗിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കുറേയൊക്കെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യം കൂടിയെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അവിടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പരിപാടിയിലൊക്കെ കൂടി കുറേ റിലേറ്റീവ്സിനൊക്കെ കണ്ടു. പിന്നെ രാത്രിയായപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഒരു കഫേ പോയി. കുട്ടികൾക്ക് എപ്പോഴും സ്വീറ്റ് ഭയങ്കര ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു. നോട്ട് ബാഡ്, അത്രയേ ഉള്ളൂ. ഭയങ്കര സംഭവമൊന്നും അല്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ. അങ്ങനത്തെ കുറച്ച് ഡെസേർട്ട് ഐറ്റംസൊക്കെ. സ്വീറ്റ് ടൂത്ത് ഉള്ള ആൾക്കാർക്ക് പിന്നെ ഇതൊക്കെ ഇഷ്ടമാവും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടാൻ മറക്കരുത്. വീണ്ടും നാളെ കാണാം.